കൃഷ്ണാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് കുട്ടികൾക്ക് പ്രിയപ്പെട്ട കുർക്കുറയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു വേണ്ടി അരിപ്പൊടി 1 കപ്പ്, ഗോതമ്പ് പൊടി 1/4 കപ്പ്, റവ 2 ടേബിൾ സ്പൂണ്, വെള്ളം 2 കപ്പ്, ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ, അതുപോലെ തന്നെ ഉപ്പ് 1/2 ടീസ്പൂൺ. ഇതൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രമെടുത്ത് ഈ പൊടികളെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. നമുക്കിത് ഒട്ടും കട്ടയില്ലാതെ വേണം കലക്കിയെടുക്കാൻ. കട്ടയില്ലാതെ ഇളക്കിയതിന് ശേഷം നമുക്കത് സ്റ്റൗവിൽ വെച്ചിട്ട് ഓണാക്കി നമുക്കതൊന്ന് കുറുക്കിയെടുക്കണം. നല്ലപോലെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അപ്പോൾ നമുക്ക് അടിയിലൊന്നും പിടിക്കാതെ വേണം നല്ലപോലെ ഇളക്കി അതൊന്ന് കുറുക്കിയെടുക്കാം. ഏകദേശം ഇത് ആയിട്ടുണ്ട്. ഇനി കുറച്ച് സമയം കൂടെ ഒന്ന് നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം. ഇത് പാനിൽ നിന്ന് വിട്ട് വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ആയിട്ടുണ്ട്. ഇനി നമുക്കത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ് സമയം അത് അടച്ചു വെച്ച് കൊടുക്കണം. അതിനുശേഷം നമുക്കത് തുറന്നിട്ട് അതൊന്ന് നല്ലപോലെ ഒന്ന് കൈവച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറേശ്ശെ മാവ് എടുത്തിട്ട് നമുക്ക് കുറുക്കുറേൻ്റെ ഷേപ്പിലൊന്ന് ചെയ്തെടുക്കാം. എല്ലാം ഞാൻ അതുപോലെ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ എണ്ണ ചൂടാക്കിയിട്ട് നമുക്ക് ഇതെല്ലാം ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് ചെയ്തെടുക്കാൻ. ഏകദേശം ഒരു ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം.
എല്ലാം ഞാൻ വറുത്തെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 1 ടീസ്പൂണോളം മുളക് പൊടിയും 1/2 ടീസ്പൂണോളം ഗരം മസാലയും 1/2 ടീസ്പൂണോളം ചാറ്റ് മസാലയും 1/2 ടീസ്പൂണോളം ഉപ്പും അതുപോലെ തന്നെ 1 ടീസ്പൂണോളം പൊടിച്ച പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടെ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത്രയേ ഇടുന്നുള്ളൂ. കുർക്കുറെ റെഡിയായി കഴിഞ്ഞ് കുട്ടികൾക്കെല്ലാം നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എനിക്ക് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മടിക്കരുത്.